ഈ പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എല്ലാം ഡിജിറ്റൽ ആകുന്നു. നിങ്ങളുടെ ഡിജിറ്റൽ ലോകം യാഥാർത്ഥ്യമാക്കൂ ഞങ്ങളിലൂടെ. ജില്ലയിലെ ഏറ്റവും വലിയ ഗൃഹോപകരണ വിതരണ ശൃംഖല ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്. കടുത്ത വേനലിൽ നാട് വരണ്ടുണങ്ങുന്നത് പോലെ തന്നെ കാടും വരണ്ടുണങ്ങുന്നു. ശുദ്ധജലം തേടി വന്യമൃഗങ്ങൾ കാടിറങ്ങി ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്ന സാഹചര്യം. ഇത് ഒഴിവാക്കാനായി കാടിനുള്ളിൽ തടയണകൾ നിർമ്മിച്ച് വന്യമൃഗങ്ങൾക്ക് ശുദ്ധജലം ഉറപ്പുവരുത്തുകയാണ് വനം വകുപ്പ്. മനുഷ്യ വന്യജീവി സംഘർഷം ഒഴിവാക്കുന്നതിന്റെ ഭാഗമായി കാഞ്ചിയാർ അയ്യപ്പൻകോവിൽ റേഞ്ച് ഓഫീസിന് കീഴിൽ ഇതിനായുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. വന്യമൃഗങ്ങൾക്ക് കുടിവെള്ളം ഉറപ്പുവരുത്തുന്നതിനായി ഉറവകളും തടയണകളും വൃത്തിയാക്കുകയാണ് വനപാലകർ. അയ്യപ്പൻകോവിൽ ഫോറസ്റ്റ് റേഞ്ചിലെ വനമേഖലയിലാണ് മാതൃകാ പ്രവർത്തനവുമായി ഉദ്യോഗസ്ഥർ കാട് കയറിയത്. അയ്യപ്പൻകോവിൽ റേഞ്ച് പരിധിയിലെ ഉൾവനത്തിൽ 15ഓളം സ്വാഭാവിക ജലസ്രോതസ്സുകളാണുള്ളത്. ചെളിയും കാടും നിറഞ്ഞു മൂടിയവ ഉദ്യോഗസ്ഥർ ചേർന്ന് വൃത്തിയാക്കും. ആദ്യഘട്ടത്തിൽ വാളാട് പാർക്ക് സമീപമുള്ള തടയണയാണ് വൃത്തിയാക്കിയത്. വരും ദിവസങ്ങളിൽ മറ്റുള്ളവയും വൃത്തിയാക്കി വന്യമൃഗങ്ങൾക്ക് ഉപയോഗപ്രദമാക്കും. ശുദ്ധജലക്ഷാമം രൂക്ഷമായ സാഹചര്യത്തിൽ ജനവാസ മേഖലകളോട് ചേർന്നുള്ള തടയണകളും കുളങ്ങളും പൊതുജനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതിനാൽ ഇടുക്കി ജലാശയത്തിൽ നിന്നും അകലെയുള്ള ഉൾക്കാടുകളിലെ ജലസ്രോതസ്സുകളാണ് വനപാലകർ വൃത്തിയാക്കുന്നത്. കാടിനുള്ളിൽ തന്നെ വന്യമൃഗങ്ങൾക്കായി ജലലഭ്യത ഉറപ്പാക്കിയാൽ കുടിവെള്ളത്തിനായി മൃഗങ്ങൾ കാടിറങ്ങുന്നത് തടയാനാകുമെന്നും വന്യമൃഗങ്ങളുടെ ജീവൻ സംരക്ഷിക്കാനാകുമെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഫുഡ്, സോളർ ആൻഡ് വാട്ടർ ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞാൽ കാട്ടിലുള്ള വന്യമൃഗങ്ങൾക്ക് കാട്ടിൽ തന്നെ ഭക്ഷണവും വെള്ളവും നൽകുക എന്നാണ്. ഈ പദ്ധതിയുടെ ഭാഗമായി 2 തടയണകൾ അയ്യപ്പൻകോവിൽ സ്റ്റാഫ് തീർത്തിട്ടുണ്ട്. സ്റ്റാഫും വാക്കർമാരും കൂടിയാണ് ഈ പണികളെല്ലാം ചെയ്തിരിക്കുന്നത്. സമീപ ദിവസങ്ങളിൽ 8ഓളം തടയണകൾ കൂടി നിർമ്മിക്കുന്നതാണ്. ഇതുമൂലം വന്യമൃഗ ശല്യം ഒരു പരിധിവരെ തടയാം. വരും ദിവസങ്ങളിലും മറ്റ് പ്രദേശങ്ങളിൽ സമാനമായ രീതിയിലുള്ള തടയണകൾ നിർമ്മിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. കൂടാതെ വന്യമൃഗങ്ങൾക്ക് ആവശ്യമായ ഭക്ഷണം വനത്തിനുള്ളിൽ തന്നെ ഒരുക്കി നൽകുന്നുള്ള പ്രവർത്തനങ്ങളും വരും നാളുകളിൽ നടത്താനാണ് വനം വകുപ്പിന്റെ തീരുമാനം. ഇങ്ങനെ മനുഷ്യ വന്യജീവി സംഘർഷം ഒഴിവാക്കുകയാണ് ലക്ഷ്യം. വേനൽ കടുത്തതോടെ കുടിവെള്ളക്ഷാമം നാട്ടിലെങ്ങും രൂക്ഷമാണ്. ഇതുപോലെ തന്നെയാണ് കാട്ടിലെയും അവസ്ഥ. ചെറുമൃഗങ്ങളെല്ലാം കാട്ടിൽ കുടിവെള്ളമില്ലാതെ നാട്ടിലേക്ക് ഇറങ്ങുന്ന സാഹചര്യം ഒഴിവാക്കാനായാണ് വനം വകുപ്പ് കാട്ടിനുള്ളിൽ തന്നെ ചതുപ്പുകളിൽ കുടിവെള്ള സ്രോതസ് ഒരുക്കുന്നത്. ഇതിന്റെ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. അയ്യപ്പൻകോവിൽ നിന്നും നിജിൽ കെ മാത്യു, ഇടുക്കി വിഷൻ ന്യൂസ്. ഈ പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് എല്ലാം ഡിജിറ്റൽ ആകുന്നു. നിങ്ങളുടെ ഡിജിറ്റൽ ലോകം യാഥാർത്ഥ്യമാക്കൂ ഞങ്ങളിലൂടെ. ജില്ലയിലെ ഏറ്റവും വലിയ ഗൃഹോപകരണ വിതരണ ശൃംഖല ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്.